ഒരു നാവിഗേഷൻ ബാർ ക്രിയേറ്റ് ചെയ്യുക. റഫറൻസിന് വേണ്ടി ഒപ്പോ വെബ്സൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതേപോലത്തെ ഒരു നാവിഗേഷൻ ബാർ ക്രിയേറ്റ് ചെയ്യാം. 100% ക്ലോൺ അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, റെഫറൻസിന് മാത്രമാണ്. ഞാൻ എന്റെ HTML പേജിന്റെ അകത്ത്, ഫയലിന്റെ അകത്ത് ഒരു ഹെഡർ ബോഡിയിലുള്ളിൽ ഒരു ഹെഡർ ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ഒരു nav ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ അൺനോഡഡ് ലിസ്റ്റിന്റെ അകത്ത് ലിസ്റ്റ് ആങ്കർ ടാഗ് യൂസ് ചെയ്ത് ഈ വെബ്സൈറ്റിലെ ഓരോ കണ്ടന്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ആദ്യത്തെ ലിസ്റ്റിന്റെ ആങ്കർ ടാഗിന് ഒരു ക്ലാസ് നെയിം ലോഗോ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലിസ്റ്റ് എലമെന്റ്, ഈ ഒരു സ്പേസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു empty ലിസ്റ്റിന്റെ അകത്ത് ക്ലാസ് നെയിം സ്പേസ് ബാർ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം ഐക്കൺസ് സെറ്റ് ചെയ്യാൻ വേണ്ടി 3. ഓക്കെ, ഇത്രയേ ഉള്ളൂ എന്റെ HTML കോഡ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, എന്റെ CSS കോഡ് എഴുതാം. പിന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മളെ HTML കോഡ്. HTML കോഡല്ല, HTML ഫയല്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ ഒരു ആങ്കർ ടാഗിനെ മൊത്തം ക്ലീൻ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിന്റെ കളറും കൊടുത്ത് ആങ്കർ ടാഗ് മൊത്തം ക്ലീൻ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന് ഒരു കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ വേണ്ടി ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ ഗോൾഡ് എന്ന് കൊണ്ട് കൊടുക്കുന്നു. പിന്നെ ഫോൺ ഫാമിലി സാൻസ്റഫ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആങ്കർ ടാഗ് ക്ലിയർ ചെയ്യാം. പക്ഷെ ആങ്കർ ടാഗിന്റെ സ്റ്റൈൽ ചെയ്യാം. ആങ്കർ ടാഗ് സ്റ്റൈൽ ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കാനുള്ള പാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ആ അണ്ടർലൈൻ റിമൂവ് ചെയ്യേണ്ടി വരും, ഈ കളർ മാറ്റേണ്ടി വരും. പിന്നെ ആങ്കർ ടാഗ് വെച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പൊതുവെ നീല കളറിലായിരിക്കും ഫസ്റ്റ് വരുന്നത്, നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, അതൊരു വയലറ്റ് കളറോ പിങ്ക് കളറിലായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ലീൻ ചെയ്യാറുള്ളത്. ക്ലിക്ക് ചെയ്യുന്ന ചുമന്ന കളർ. അപ്പൊ ആങ്കർ ടാഗ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ആങ്കർ ടാഗ് എ ടാഗിന്റെ അകത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറച്ച് ചീറ്റ് കോഡ് ഉണ്ട്. അതിനെ സൂഡോ എലമെന്റ് എന്ന് പറയും. അപ്പൊ ചീറ്റ് കോഡ് ഒന്ന് ആലോചിച്ചാൽ മതി. അതിനു വേണ്ടി നമ്മളെ ടാഗ് നെയിം ആയിരിക്കാം, ക്ലാസ് നെയിം ആയിരിക്കാം, ID നെയിം ആയിരിക്കാം. ടാഗ് നെയിം കൊടുക്കുക. കോളന്റെ അകത്ത് ലിങ്ക് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, കോമ ആങ്കർ ടാഗ് ആക്റ്റീവ് എന്ന് പറഞ്ഞ കോളം കഴിഞ്ഞിട്ട് ആക്റ്റീവ് എന്ന പ്രോപ്പർട്ടി, കോമ അത് കണക്ക് ആങ്കർ ടാഗിന്റെ അകത്ത് വിസിറ്റ്. ഈ 3 പ്രോപ്പർട്ടിയും കൂടി സ്പെസിഫൈ ചെയ്യണം. തൽക്കാലം ചീറ്റ് കോഡ് എന്ന് പോലെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഈ 3 കാര്യം, ഒന്ന് ലിങ്ക്, ആക്റ്റീവ്, വിസിറ്റ്. ലിങ്ക് എന്ന് പറയുമ്പോൾ ആദ്യം ഈ കാണുന്ന സ്റ്റേജിന് ലിങ്ക് എന്ന് പറയുന്നത്. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ആ ചുമന്ന കളറുണ്ട്, അതാണ് ആക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. വിസിറ്റർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്മൾ വിസിറ്റ് ചെയ്യാത്ത ലിങ്ക് എപ്പോഴും നീല കളറായിരിക്കും. ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതൊരു വയലറ്റ് കളറാവും, അതാണ് വിസിറ്റർ. ഇത് 3ആണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യാറുള്ളത്. ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് അണ്ടർലൈൻ എടുത്ത് കളയാം. ടെക്സ്റ്റ് ഡെക്കറേഷൻ നണ്ണ്. എന്നിട്ട് ഡിസ്പ്ലേക്കകത്ത് ഇൻലൈൻ ബ്ലോക്ക് എന്ന പ്രോപ്പർട്ടി വാല്യൂ കൊടുക്കും. ഓക്കെ, അത് കണക്ക് തന്നെ ഫോണ്ട് സൈസ് തൽക്കാലം ഒരു 18 ഒരു px കൊടുത്തേക്കാം. 18 px. ഓക്കെ, നമുക്ക് ഏത് കളറാണ് വേണ്ടത്? നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് എടുക്കുക. പിന്നെ അത് കളർ ഇതിൽ ക്ലിക്ക് ചെയ്യണം. പിന്നെ അത് കളർ വാല്യൂ ആണ്. ഈ കളർ വാല്യൂ ഇവിടുന്ന് കോപ്പി ചെയ്യണം. എന്നിട്ട് ആങ്കർ ടാഗിനവിടെ റീപ്ലേസ് ചെയ്യണം. ബ്ലാക്ക് കളറിനകത്ത് ട്രാൻസ്പാരൻസി കുറച്ച് വെച്ചേക്കുക, 50%, 50 അല്ല 55%. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതേപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് സെറ്റ് ചെയ്യാം. അത് സെറ്റ് ചെയ്യാനുള്ള ടാഗ് ഹെഡർ ടാഗാണ്. ഹെഡർ ടാഗിന്റെ ഉള്ളിൽ nav ടാഗ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഹെഡറിന്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ്. ഓക്കെ, ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും എന്ത് ചെയ്യണം, ഇതേപോലെ റോ പോലെ അടുക്കി വെക്കണം. റോ എന്ന് പറയുമ്പോൾ ഇതേപോലെ, കോളം എന്ന് പറയുമ്പോൾ താഴെ. അപ്പൊ റോ പോലെ സെറ്റ് ചെയ്യണം.
റോ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ഫ്ലെക്സ് യൂസ് ചെയ്യണം. അപ്പൊ ഈ ലിസ്റ്റിനെയാണ് മൊത്തത്തിന് നമ്മൾ എന്ത് ചെയ്യണം? റോയിലോട്ട് മാറ്റാനുള്ളത്. അപ്പൊ ഈ ലിസ്റ്റിന്റെ പേരന്റ് കണ്ടുപിടിക്കണം. ആരാണ്? UL. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഹെഡറിനുള്ളിൽ ആരിപ്പുണ്ട്? നേവ് ടാഗ്. നേവ് ഉള്ളിനകത്ത് ആരിപ്പുണ്ട്? UL ടാഗ്. ULന്റെ അകത്ത് ഡിസ്പ്ലേ ഫ്ലെക്സ്. ഓക്കെ. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഓർഡർ ലിസ്റ്റ് ആയതുകൊണ്ട് ഓരോ ബുള്ളറ്റ് കണ്ട ഈ ബുള്ളറ്റ് ക്ലിയർ ചെയ്യാം. അത് എളുപ്പമാണ്. നമ്മൾ UL ടാഗിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പും ഉണ്ട്, സ്റ്റൈലും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? അങ്ങ് പാസ് ചെയ്യുക. ഓക്കെ, അതും ക്ലിയർ ആണ്. ഇനി എന്ത് ചെയ്യണം? എല്ലാത്തിനും ഒരു ഈക്വൽ ആയിട്ട് സെറ്റ് ചെയ്യണ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു nav ടാഗിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കത്ത് കൊടുക്കുക. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. റെഡ്. നമ്മൾ ഫുൾ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഫറൻസ് പേജ് നോക്ക്. നമ്മളെ നാവിഗേഷൻ ബാർ ഇത്ര സ്പേസും കളയുന്നുണ്ട്, ഇത്ര സ്പേസും കളയുന്നു. മീൻസ് കൂടുതലും ഫോക്കസ് ചെയ്യണത് സെൻട്രലിലോട്ടാണ്. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ വെബ്സൈറ്റ് ഒക്കെയാണ് എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണത്? നമ്മൾ ആ ലെഫ്റ്റ് ടു റൈറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ സ്ക്രീനിന്റെ ഒക്കെ സൈസ് കൂടി, വലിയ സൈസുള്ള സ്ക്രീനൊക്കെ കിട്ടും. അപ്പൊ നമ്മൾ എപ്പോഴും ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് നോക്കുമ്പോൾ നമുക്കൊരു ഡിസ്കംഫർട്ട് ആണ്. ഇപ്പൊ സിനിമ തിയേറ്ററിൽ പോയി ഫസ്റ്റ് സെക്കൻഡ് റോയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കി പോകേണ്ടി വരും. അപ്പൊ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള നമ്മളെ വെബ്സൈറ്റിലെ കണ്ടന്റ് എപ്പോഴും സെൻട്രലായിരിക്കണം, സെൻട്രലായി വരണം. അതാണ് എപ്പോഴും ഫോക്കസ് ചെയ്യാനുള്ളത്. ഇപ്പൊ വേറെ ഏതെങ്കിലും വെബ്സൈറ്റ് സാംസങ്ങിന്റെ വെബ്സൈറ്റ് വരാമോ അറിയില്ല. അതെ, സാംസങ്ങിന്റെ നോക്ക്. കാരണം നല്ലൊരു മാർജിൻ സ്പേസ് ഉണ്ട് ഈ ലെഫ്റ്റിനും റൈറ്റിനും. കൂടുതലും സെന്റർ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ കുറച്ചും കൂടി നമുക്ക് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കി പോകേണ്ടി വരും. അത് കുറച്ചും കൂടി ഡിസ്കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ അതേപോലെ ഇവിടെയും സെറ്റ് ചെയ്യണം. ഇവിടെ വലിയ ഗ്യാപ്പ് ഇല്ല, എന്നാലും സെറ്റ് ചെയ്യണം എങ്ങനെയാന്ന് പറഞ്ഞുതരാം. അപ്പൊ അതിനുവേണ്ടി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ nav ടാഗ് ഉണ്ടല്ലോ, nav ടാഗിന്റെ വിഡ്ത്ത് കുറയ്ക്കണം. nav ടാഗ് ഒരു ബ്ലോക്ക് എലമെന്റ് ആയതുകൊണ്ടാണ് ഇത്രയും ഫുൾ വിഡ്ത്ത് എടുത്തേക്കുന്നത്. ഇപ്പൊ ഞാൻ വിഡ്ത്ത് കമന്റ് ചെയ്യണമെങ്കിൽ ആ റെഡ് കളർ ഫുൾ ഉണ്ട്, ബ്രൗസറിന്റെ ഫുൾ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? അതിന്റെ വിഡ്ത്ത് ഒന്ന് കുറയ്ക്കണം. കുറച്ചിട്ട് ജസ്റ്റ് ഒന്നുമില്ല, മാർജിൻ 0 ഓട്ടോ എന്ന് പറഞ്ഞ് കൊടുത്താൽ നേരെ സെന്റർ ആണ്. നമുക്കവിടെ വേണ്ടത് വിഡ്ത്ത് 80 അല്ല 90. നമ്മൾ 90 ഇപ്പൊ തൽക്കാലം അസ്യൂം ചെയ്തേക്കാം. അപ്പൊ കണ്ട ഇവിടെ ഇത്രയും സ്പേസ്, ഇവിടെ ഇത്രയും സ്പേസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ റെഫറൻസ് ബാക്ക്ഗ്രൗണ്ട് കളർ എടുത്ത് റിമൂവ് ചെയ്തോളാം. ഓക്കെ. ഇനി നമുക്ക് എല്ലാത്തിനെയും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യാം? അലൈൻ ചെയ്ത് വെക്കാം. എന്നുവെച്ചാൽ എല്ലാത്തിനും എന്ത് ചെയ്യണം? ഈക്വൽ സ്പേസ് കൊടുക്കുക. ഇപ്പൊ എന്ത് ചെയ്യണം? എല്ലാ ലിസ്റ്റ് എലമെന്റ് ആണ് ഈക്വൽ വിഡ്ത്ത് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹെഡറിന്റെ അകത്ത്, നാവിന്റെ അകത്ത്, യുഎലിന്റെ അകത്ത്, LIക്കകത്ത് നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലെക്സ് ഗ്രോയോ അല്ലെങ്കിൽ സാധാ ഫ്ലെക്സിന്റെ അകത്ത് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഈക്വൽ പൊസിഷൻ ആണ്. ഓക്കെ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് പാഡിംഗ് ആണ് ടോപ്പിൽ നിന്ന് ബോട്ടത്തിൽ. അപ്പൊ അതറിയാൻ വേണ്ടി ഇൻസ്പെക്ഷൻ മോഡിന്റെ അകത്ത് ഈ ആരോ ക്ലിക്ക് ചെയ്യുക, ഒരെണ്ണം ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അതിന്റെ ഹെഡർ ഇവിടെ വന്നിട്ട് ഹെഡിങ് കൊടുത്തിട്ടില്ല. ലെഫ്റ്റുമായിട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്കൊരു അസ്യൂം ആയിട്ടൊരു വാല്യൂ പാസ് ചെയ്യും. പിന്നെ അവിടെ കൊടുക്കുന്നു പാഡിങ് ഒരു 14 px, മുകളിലും താഴെ വേണം, സൈഡും ഏതാണ്ട് എനിക്ക് തോന്നുന്നു 18 16 ആയിരിക്കാം. 18 കൊടുക്കുക. പതിനാറ് 14 തന്നെ കൊടുത്തേക്കാം. ഓക്കെ, പാഡിങ് ആയി. ഇനി അടുത്ത ഫോക്കസ് ചെയ്യാനുള്ളത് ഈ എന്ത് ചെയ്യണം? ഇവിടെ നോക്ക്,
ഇതൊന്നും സെൻട്രലല്ല. ഈ ടെക്സ്റ്റ് ഒന്നും സെൻട്രലല്ല. അതുകൊണ്ടാണ് ഇതേപോലെ വന്നേക്കുന്നത്. നമുക്ക് ടെക്സ്റ്റ് എല്ലാം സെന്റർ ആക്കണം. അപ്പൊ അതിനുവേണ്ടി ഇവിടെ ടെക്സ്റ്റ് അലൈൻ സെന്റർ എടുക്കുക. സെന്റർ എടുക്കുമ്പോൾ സെന്റർ ആവും. ഇവിടെ ശ്രദ്ധിക്കാൻ നേരത്തെ കണ്ടാൽ ഇവിടെ ഭയങ്കരമായിട്ട് മാർജിൻ കൂടിയ പോലെ നമുക്ക് തോന്നും. ഇവിടെ മാർജിൻ കുറഞ്ഞ പോലെ തോന്നും. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അഡീഷണൽ സ്പേസ് ഒന്നും വന്നിട്ടില്ല. ടെക്സ്റ്റ് അലൈൻ കൊടുത്തപ്പോൾ എല്ലാ ടെക്സ്റ്റ് സെന്ററിലോട്ട് ആ ലിസ്റ്റിന്റെ സെന്ററിലോട്ട് പോകുന്ന ലിസ്റ്റ് ടാഗിനുള്ളിൽ സെന്ററിലോട്ട് പോകുന്നേ ഉള്ളൂ. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് എലമെന്റും സെലക്ട് ചെയ്യണം, ലാസ്റ്റ് എലമെന്റും സെലക്ട് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ചീറ്റ് കോഡ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? LIയുടെ ഫസ്റ്റ് എലമെന്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി കോളൻ ഫസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. റെഫറൻസിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് കൊടുക്കാം. സെലക്ട് ആയോ അല്ലേന്ന് അറിയാം. സെലക്ട് ആയി കണ്ടോ? അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് അലൈൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഫസ്റ്റ് എലമെന്റ് ഇപ്പൊ ഇവിടെ ഉദ്ദേശിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ UL എന്നുള്ള ടാഗിന്റെ ഉള്ളിൽ LI ടാഗ് ആദ്യത്തെ ചൈൽഡ് ആയിട്ട് വരുന്നത് മാത്രം സെലക്ട് ചെയ്തു. അതാണ് ഈ ഒരു കോഡിന്റെ മീനിങ്. ഇപ്പൊ UL ടാഗിന്റെ അകത്ത് ലിസ്റ്റ് എന്ന് പറഞ്ഞ ടാഗ് ആദ്യം വരുന്ന ഫസ്റ്റ് വരുന്ന ആളെ മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ. ഇവിടെ ഇത്രയും നോക്കുക. ഹെഡറിന്റെ അകത്ത് നാവിന്റെ അകത്ത് ULന്റെ അകത്ത് LI ഫസ്റ്റ് വരുമോ അവർക്ക് മാത്രമേ ഈ പ്രോപ്പർട്ടി. അതാണ് ഫസ്റ്റ് ചൈൽഡ്. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലാസ്റ്റ് ചൈൽഡ്. കോളം കൊടുത്തിട്ട് ലാസ്റ്റ് മൈനസ് ചൈൽഡ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ UL ടാഗിന്റെ അകത്ത് LI ലാസ്റ്റ് ചൈൽഡ് ആണെങ്കിൽ, അവസാനത്തെ ചൈൽഡ് ആണെങ്കിൽ മാത്രം ഈ പ്രോപ്പർട്ടി സെറ്റ് ചെയ്തു. ഇത് ചീറ്റ് കോഡാണ്. ഇതിനെ സൂഡോ കോഡെന്നും പറയും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ലിസ്റ്റിന് ഒരു യുണീക്ക് ആയിട്ടുള്ള ക്ലാസ് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഈ ലിസ്റ്റിനും ഒരു യുണീക്ക് ആയിട്ടുള്ള ക്ലാസ് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ അതിനേക്കാളും നമുക്ക് ക്ലാസ് നെയിം കൊടുത്ത് കോഡ് കുറച്ചും കൂടി വലുതാക്കുന്നേക്കാളും ഇതേപോലെ ഈ ചീറ്റ് കോഡ് യൂസ് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കളറല്ലേ വേണ്ടത്. ഇത് ഇവിടോട്ട് അലൈൻ ചെയ്യണം, ലെഫ്റ്റിലോട്ടും ഇത് റൈറ്റിലോട്ടും അലൈൻ ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ്. ഓക്കെ, അത് കണക്ക് ടെക്സ്റ്റ് അലൈൻ റൈറ്റ്, ടെക്സ്റ്റ് അലൈൻ റൈറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ചെയ്യാനുള്ള ഫോക്കസ് ഈ ഒരു, സത്യം പറഞ്ഞാൽ ഇതൊരു ഫോണ്ട് അല്ല, ഒരു ഐക്കൺ ആണ്. ഇതൊക്കെ നമുക്ക് ഈ ഫോണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി ഞാൻ അതിനൊരു യുണീക്ക് നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ഹെഡർ ടാഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് അങ്ങ് വിളിക്കാം, വേറെ സെയിം പേരില്ല. അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യാം? ഫോണ്ട് സൈസ് ഞാൻ ഒരു 24 കൊടുക്കുന്നു. എന്നിട്ട് ബോൾഡ് ആക്കണം. ഇപ്പൊ ഞാൻ ഫോണ്ട് വെയിറ്റ് ഒരു 800 കൊടുക്കുന്നു, അല്ലെങ്കിൽ ബോൾഡ് എന്ന് പറഞ്ഞ് കൊടുത്താലും മതി. എന്നിട്ട് കളർ പ്യൂർ ബ്ലാക്ക് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് പ്രോപ്പർട്ടി ഒന്നും അസൈൻ ആയില്ല. നമുക്ക് ഓവർ റൈഡ് ചെയ്യാം. ഇമ്പോർട്ട് യൂസ് ചെയ്ത് ഓവർ റൈഡ് ചെയ്യാം. ഓക്കെ, ഓവർ റൈഡ് വർക്കായി, ബോൾഡ് വർക്കായി, പക്ഷേ കളർ ഓക്കെ ആയില്ല. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പോർട്ട്. ഓക്കെ, ഓവർ റൈഡ് ആയി. ഫോണ്ട് സൈസ് ഇത്തിരി പോലും കൂടി കൂട്ടാം, ഒരു 22 വാസി കൊടുക്കുക. സ്വല്പം കൂടി ഇതൊക്കെ അസംഷൻ ബേസ്ഡ് ആണ്. ഇനി കറക്റ്റ് ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെ ആക്സിസ് നേരാക്കണം. രണ്ട് തരം ആക്സിസ് ആണ് ഉള്ളത്. ഇങ്ങനെ പറയുന്നത് മെയിൻ ആക്സിസ്, വെർട്ടിക്കൽ പറയുന്നത് മെയിൻ ആക്സിസും ഹൊറിസോണ്ടൽ പറയുന്നത് ക്രോസ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആക്സിസ് നേരാക്കിയാൽ മാത്രമേ എല്ലാം ഒരേ ലൈനിൽ ഇങ്ങനെ വരത്തുള്ളൂ. അപ്പൊ ഇവിടെ നോക്കൂ, ഒപ്പം മാത്രം ഇവിടെ നിന്ന് തുടങ്ങും, ബാക്കിയെല്ലാം മുകളിൽ ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ നമ്മൾ ഐക്കണൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ താഴെ മേലോട്ട് വരും. അപ്പൊ നമ്മൾ ആക്സിസ് ക്ലിയർ ചെയ്യണം. ആക്സിസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എവിടെയാണോ ഡിസ്പ്ലേ ഫ്ലെക്സ് യൂസ് ചെയ്തേക്കുന്നത് അതിനുള്ളിൽ എന്ത് ചെയ്യണം? ഈ പ്രോപ്പർട്ടി എഴുതണം. ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ. ഓക്കെ, അതേപോലെ അലൈൻ ഐറ്റം സെന്റർ. അപ്പൊ ഏതൊക്കെ വാല്യൂ ആണ് കൊടുക്കാനുള്ള? ജസ്റ്റിഫൈ കണ്ടന്റ് സെന്ററും അലൈൻ ഐറ്റം സെന്റർ. ഇത് രണ്ടും കൊടുക്കാൻ നേരത്തെ കണ്ട എല്ലാം കൃത്യം ഒരേ ആക്സിസ് ഇല്ല.
പാസ് ചെയ്ത് പോകും. ഓക്കെ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓരോ ആങ്കർ ടാഗിന്റെ സൈസ് കുറയ്ക്കാം. അതൊന്നുമില്ല. നമ്മൾ ആൾറെഡി ഒരു ഫോണ്ട് സൈസ് ആങ്കർ ടാഗിന് കൊടുത്തിട്ടുണ്ട്. അതൊരു 16 15 ഞാനിപ്പോ 15 കൊടുക്കുക. ഓക്കെ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്കൺസ് സെറ്റ് ചെയ്യണം. ഐക്കൺ സെറ്റ് ചെയ്യാൻ വേണ്ടി CDN ഫോണ്ട് ആസ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. ആദ്യത്തെ ലിങ്കിൽ പോവുക. ഈ ആദ്യം കാണുന്ന ലിങ്ക് കോപ്പി ചെയ്യുക. ഇതാണ് കേട്ടോ, കോപ്പി ലിങ്ക് ടാഗ്. ഇത് കോപ്പി ചെയ്യുക. നമ്മളെ HTML കോഡിന്റെ അകത്ത് നമ്മളെ സ്റ്റൈലിന്റെ തൊട്ടു മുകളിൽ പേസ്റ്റ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യണം? പുതിയ ടാബ് എടുക്കണം. ഫോണ്ട് ആസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അതിൻ്റെ അകത്ത് സെർച്ച് ബോക്സിന്റെ അകത്ത് വന്നിട്ട് നമുക്ക് ആദ്യം വേണ്ടത് സെർച്ച് ഐക്കണാണ്. ഇവിടെ സെർച്ച് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കും. എന്നിട്ട് ഫ്രീ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒരു സിമിലർ ആയിട്ടുള്ള ഐക്കൺ തന്നെ കിട്ടത്തില്ല. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക. ഇതിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. നമ്മളെ അവിടെ ഐക്കൺ വന്നിട്ടുണ്ട്. അതേപോലെ ബാക്കി ഐക്കൺ ഏതൊക്കെയാണ്? ഒരു യൂസർ ഐക്കൺ, ഒരു ബാഗ്. നമുക്ക് യൂസർ ഐക്കൺ നോക്കാം. യൂസർ ടൈപ്പ് ചെയ്താൽ മതി. അതാണ് സെർച്ച് യൂസർ. ക്ലിക്ക് ചെയ്യുക, റിമൂവ് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അതേപോലെ ബാഗ് ക്ലിക്ക് ചെയ്യുക, റിമൂവ്, പേസ്റ്റ്. 3 ഐക്കൺസും വന്ന് ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഐക്കൺസിന് എന്ത് വേണ്ട? ഇത്രയും സ്പേസ് വേണം. ഓക്കെ, അത് നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് മുമ്പ് ഇവിടെ ഇത്രയും സ്പേസ് ഇല്ലേ? ഈ സ്പേസ് കുറച്ചും കൂടി കൂട്ടണം. അപ്പൊ നമ്മളിപ്പോ കൊടുത്തേക്കണം എത്രയാണ്? ഫ്ലെക്സ് 1 ആണ്. എല്ലാ ലിസ്റ്റിനും ഫ്ലെക്സ് 1 കൊടുക്കുമ്പോൾ എല്ലാ ലിസ്റ്റ് എന്ത് ചെയ്യണം? ഉള്ള വിട്ടെന്ന് ഈക്വൽ ആയിട്ട് എല്ലാ എലമെന്റിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഫ്ലെക്സ് 1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാത്തിനും വേണ്ട, ചിലതിനകത്ത് കൂട്ടണം, ചിലതിനകത്ത് കുറയ്ക്കണം. അപ്പൊ ആദ്യം ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സ്പേസ് ഇൻക്രീസ് ചെയ്യണം. ഇവിടുത്തെ ഈ സ്പേസ്, അതേപോലെ ഇവിടുത്തെ ഈ സ്പേസ് ഉണ്ട്. ഞാൻ അവിടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിന് എന്താ പേര് എടുത്തിട്ടുണ്ട്? ഒരു സ്പേസ് ബാർ എന്ന പേര് കൊടുത്തിട്ടുണ്ട്. കോപ്പി ചെയ്യുക. ക്ലാസ് ടൈം ആകുമ്പോൾ ഡോട്ട് പേസ്റ്റ്. എന്നിട്ട് ഞാൻ അവിടെ കൊടുക്കുകയാണ് ഫ്ലെക്സ്. അതിന് കുറച്ചും കൂടി വേണം. ഞാൻ 2 4 കൊടുക്കുകയാണ്. നമ്മൾ 4 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ. കുറച്ചും കൂടി വലിയ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കാം. ചെയിൻ പൊട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. നോക്കാം. ഓക്കെ, ചെയിൻ പൊട്ടി. ഒപ്പോര് അവിടുന്ന് പൊട്ടിപ്പോയി. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് അടുത്തടുത്ത് വന്നു. അത് നമുക്ക് നോക്കാം. ഇവിടുത്തെ ഈ സ്പേസ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ ഇത് ഓക്കെ ആവും നോക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലെക്സ് 6 മാറ്റിയിട്ട് 4 കൊടുക്കാം. അപ്പൊ ഈ 3 ഐക്കൺ സെലക്ട് ചെയ്യണം. ഈ 3 ഐക്കൺ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ചീറ്റ് കോഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇതിന്റെ ക്ലാസ് നെയിം, ഓരോ ലിസ്റ്റിനും ഓരോ ക്ലാസ് നെയിം കൊടുക്കും. ഞാൻ ക്ലാസ് ഐക്കൺ 1 2 3 അതിനെ റിമൂവ് ചെയ്ത് കളയാം. ഐക്കൺ 2 3 ഫ്ലെക്സ് 0. ഓക്കെ, അങ്ങനെ പൊട്ടിയില്ല. അത്യാവശ്യം സ്പേസിങ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? കുറച്ച് സ്പേസിങ് വേണം. അപ്പൊ അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഡിങ് കൊടുത്താൽ ഇത്തിരി പോലെ പാഡിങ് കൊടുത്തിട്ടുണ്ട്. പാഡിങ് ടോപ്പും ബോട്ടം 0 ആക്കി സെറ്റ് ചെയ്യണം. ലെഫ്റ്റ് റൈറ്റ് എന്ത് ചെയ്യണം? കുറച്ച് സെറ്റ് ചെയ്യണം. നമുക്ക് തൽക്കാലത്തേക്ക് ഒരു 10 px അല്ലെങ്കിൽ ഒരു 12 px പാസ് ചെയ്യും. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ ഫോണ്ട് സൈസ് കുറച്ച് കൂട്ടണം. പിന്നെ അവിടെ കുറച്ച് ഫോണ്ട് സൈസ് 16 ആണ്. എല്ലാ ആങ്കർ ടാഗിനും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ 24 px സെറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ വലുതായില്ല. പാസ് ചെയ്യാം. എന്നിട്ട് വലുതായില്ല. ഒരു ഹയർ വാല്യൂ പാസ് ചെയ്യണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അറിയില്ല. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ഉണ്ടല്ലോ. ഈ ഐ ടാഗിന്റെ ക്ലാസ് നെയിമിന്
സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫോണ്ട് സൈസ് ഒരു ഹയർ വാല്യൂ പാസ് ചെയ്യാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, വർക്കായി. ഇപ്പൊ എന്ത് ചെയ്യണം? കോമ ഇട്ടിട്ട് ബാക്കി 3 പേര്. ഇപ്പൊ ക്ലാസ് ടൈമിന്റെ അകത്ത് 2 പേര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 നെയിം ആക്സസ് ചെയ്യാം. പക്ഷെ ഏറ്റവും നല്ലത് അവസാനം കൊടുത്തേക്കുന്ന നെയിമാണ് കൊടുക്കുക. ഇതാണ് ലേറ്റസ്റ്റ് നെയിം. ഈ 2 നെയിം വിളിച്ചാലും ഏത് ടാഗ് വിളി കേൾക്കും? ഈ ഐ ടാഗ് വിളിക്കും. അപ്പൊ ഇത് കൊടുക്കുന്നത് വേറൊരു പർപ്പസിനാണ്. പറഞ്ഞ് കുഴപ്പിക്കണ്ട. ഇപ്പൊ ഒന്നിൽ കൂടുതൽ പേര് വരുന്നെങ്കിൽ, ഇപ്പൊ 3 പേര് വരണമെങ്കിൽ മൂന്നാമത്തെ പേരാണ് എടുക്കുക. ലാസ്റ്റ് വാല്യൂ ആണ് എപ്പോഴും എടുക്കാറുള്ളത്. അപ്പൊ ഇവിടുത്തെ ലാസ്റ്റ് വാല്യൂ എടുക്കുന്നു. ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. അതേപോലെ ഇവിടുത്തെ ലാസ്റ്റ് വാല്യൂ എടുക്കുന്നു. ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. സ്പേസിങ് എടുത്തോളാം. ഓക്കെ, 45 അല്ല, നമുക്കൊരു 24 മതി. ഓക്കെ, അതിന്റെ കളർ കുറച്ച് മാറ്റണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ട്രാൻസ്പാരൻസി കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നമുക്ക് 80 മതി. ഇവിടെ വരാൻ നേരത്ത് കുറച്ചും കൂടി പാഡിങ് കൊടുക്കണം. അപ്പൊ ലോഗോയ്ക്കകത്ത് വന്നിട്ട് പാഡിങ് റൈറ്റ് എന്നാണ് വേണ്ടത്. ഇവിടെ നിന്നാണ് ഇത്തിരി പോലെ ഞാൻ കൊടുക്കുകയാണ് ഒരു 12ലേക്ക്. 12 ഒരു 18 കൊടുക്കുക. ഓക്കെ, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതേപോലെ ഡിസ്പ്ലേ ഫ്ലെക്സ് യൂസ് ചെയ്ത് നമുക്ക് എന്താ ക്രിയേറ്റ് ചെയ്യാം? ഒരു നാവിഗേഷൻ ബാർ ക്രിയേറ്റ് ചെയ്യാം. ഇത് പക്കാ ക്ലോണൊന്നും അല്ല, റെഫറൻസിന് വേണ്ടി. പിന്നെ ഇതേപോലത്തെ ഒരു ഹൈലൈറ്റ്, ഞാൻ അണ്ടർലൈൻ കൊടുക്കുന്നില്ല. ഈ മൗസ് കൊണ്ടുവയ്ക്കുമ്പോൾ ഓരോ ഐക്കണിന്റെ കളർ ഓണാണ് ബ്ലാക്ക് ലോട്ട്. അത് സെറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ട് ഹോവർ എന്നും പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഒരു ചീറ്റ് കോഡായിട്ട് കരുതിയാൽ മതി. നമ്മൾ എന്ത് ചെയ്യണം? അത് എല്ലാ ആങ്കർ ടാഗിനും സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എക്കകത്ത് വന്നിട്ട് ഹോവർ എന്നിട്ട് ഹോവറിന്റെ മീനിങ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൗസ് എപ്പോഴെങ്കിലും ഏതെങ്കിലും ആങ്കർ ടാഗിന്റെ അവിടെ കൊണ്ടുവയ്ക്കുന്നോ അപ്പ എഴുതുന്ന സ്റ്റൈല് വർക്കാണ്. ഇപ്പൊ ഞാൻ അവിടെ കൊടുക്കുന്നത് സ്കെയിൽ എന്ന പ്രോപ്പർട്ടി ഞാൻ 2 കൊടുക്കുകയാണ്. സ്കെയിൽ നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ വലുതാകുക. നമുക്ക് സ്കെയിൽ അല്ല വേണ്ടത്. എന്താണ് വേണ്ടത്? കളർ കുറച്ചും കൂടി കട്ടിക്ക് കാണിക്കണം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ട്രാൻസ്പെറൻസി കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യണം. എന്നിട്ട് ഇവിടെ 800 കൊടുക്കും. പിന്നെ ഞാൻ മൗസ് കൊണ്ടുവന്ന് നോക്കിക്കോ.